ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒത്തിരി ദിവസങ്ങളായി പാട്ടും പാചകത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കാണണ്ടേ, പക്ഷെ എനിക്ക് നിങ്ങളെ കാണണം. അപ്പോൾ വാ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതൊരു ബീട്രൂട്ടാണ്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കുനുകുന അരിഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടത്, ഞാനത് പായസമാണ് വയ്ക്കാൻ പോകുന്നത്, അതായത് ബീട്രൂട്ട് പായസമാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നത് 1-ാം പാല്, 2-ാം പാല്, കിസ്മിസ്, കശുവണ്ടിപ്പരിപ്പ്, ഏലക്ക, ഇത്രയും പഞ്ചസാര, ഇത്രയും നെയ്യ്, ഇത്രയും സംഭവങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ പായസം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ശകലം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെന്നുള്ളത് നമുക്ക് കാണണ്ടേ, വാ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് നമുക്ക് 2-ാം പാല് പിന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 2-ാം പാൽ ഒഴിച്ചു. ഇനി ഈ പാല് നന്നായി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ബീട്രൂട്ട് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇതിന് ഈ ബീട്രൂട്ട് പായസത്തിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് കുനുകുന അരിഞ്ഞത്, ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നത്, 1-ാം പാല്, 2-ാം പാല്, കിസ്മിസ്, കശുവണ്ടിപ്പരിപ്പ്, നെയ്യ്, ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പായസം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അടിപൊളി കളർ ഇതിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സൂപ്പർ കളറായിട്ടുണ്ട്. ബീട്രൂട്ട് പായസമാണ്. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ പരീക്ഷിക്കുക. എല്ലാവരും ഇതെല്ലാം ഇതിൽ കാണുന്നത് പോലെ തന്നെ വയ്ക്കണം. ഇതുപോലെ തന്നെ വെച്ചാൽ ഇതേപോലെ തന്നെ ടേസ്റ്റോട് കൂടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്കൊക്കെ, കൊച്ചു മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും. അത്ര അടിപൊളി സാധനമുള്ളത്. ഇത് നമുക്ക് വെന്ത് വരുന്നത് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് 2-ാം പാലിനകത്ത് ബീട്രൂട്ടും ചവ്വരിയും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഒരുപാട് അങ്ങ് വെന്ത് അങ്ങ് കുഴഞ്ഞു പോകരുത്. നമുക്ക് ചവയ്ക്കുമ്പോൾ ഒരു ചെറിയ ഒരു കട്ടി വേണം. ആ ഒരു രീതിയിലാണ് ഞാനിത് വേവിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏലക്ക ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് മധുരം, ശർക്കരയല്ല പഞ്ചസാരയാണ് നമ്മളതിലേക്ക് ഇടുന്നത്. ശർക്കരയാകുമ്പോഴത്തേക്ക് ബീട്രൂട്ട് കളർ അങ്ങ് മാറിപ്പോൾ ഒരു കറുത്ത ഒരു കളറും കൂടെ അതിലേക്ക് വരും. അതുകൊണ്ട് അതല്ല ഇടുന്നത്. നമുക്ക് ഏറ്റവും നല്ലത് അടിപൊളിയായിട്ടുള്ള കളറ് വരാൻ വേണ്ടി നമ്മൾ പഞ്ചസാരയാണ് അതിലേക്ക് ഇടുന്നത്. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് നമുക്കതിലേക്ക് ഇട്ടാൽ മതി. ഞാനിപ്പോഴൊരു 3-3.5 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അത് മതിയാകും. പോരെങ്കിലും നമുക്ക് വീണ്ടും നമുക്കത് ഇടാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1-ാം പാലാണ്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അതായത് ഞാനൊരു ഒരു തേങ്ങയും പിന്നെ ഒരു മുറി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 1.5 മുറി തേങ്ങ കൊണ്ടുള്ള തേങ്ങാപ്പാലാണ്. അത് 2-ാം പാലിലാണ് ഇത് വേവിച്ചത്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു അടിപൊളി കളറെന്ന് പറഞ്ഞാൽ സെറ്റ് കളർ. ഇതിന് ഇത്തിരി കുറുകണം. അതിപ്പോഴും തന്നെ കുറുകും. ഒന്നും വേസ്റ്റ് ആക്കുന്നത് എനിക്കിഷ്ടമല്ല. കണ്ടല്ലോ, നമ്മുടെ പായസത്തിൻ്റെ നിറം. ബീട്രൂട്ട് പായസമാണ്. ഇതിന് യാതൊരു മണവുമില്ല. അതായത് ഞങ്ങൾ ബീട്രൂട്ട് അരിയുമ്പോഴുള്ള ആ ഒരു സ്മെല്ലൊന്നും ഇതിനകത്തില്ല. അതൊന്നും കാണേയില്ല.
നല്ല, ഞാനും ആദ്യം ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, അങ്ങനെ കാണുമോ എന്നുള്ള. പക്ഷേ ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു സ്മെല്ല് ഇതിനകത്ത് വരത്തില്ല, മണം വരത്തില്ല. നല്ല ഒരു മണമാണ് തേങ്ങാപ്പാലിൻ്റെയും ഏലക്കയുടെയും എല്ലാത്തിൻ്റെ ഒരു അടിപൊളി മണം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വേണ്ട നമുക്കതിന്. ഇത്തിരി ഒരു ശകല നേരം ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കിസ്മിസും കശുവണ്ടി പരിപ്പും മൂപ്പിച്ചത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. നെയ്യിലാണ്. അത് നമുക്ക് ഇട്ടുകൊടുക്കാം. നല്ല അടിപൊളി സെറ്റ് മണമാണ് വരുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. സൂപ്പർ പായസമാണ് ഇത്. നമ്മൾ സദ്യക്കെല്ലാം, കല്യാണ സദ്യക്കെല്ലാം നമ്മൾ പിന്നെ ഇലയിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് വെക്കുമ്പോൾ ആ ഒരു പായസത്തിൻ്റെ ഒരു നിറമെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, അത്ര സൂപ്പർ നിറമാണ്. അതായത് ഈ നിറത്തിൽ തന്നെ നമുക്ക് ബീട്രൂട്ട് ഈ നിറത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചുകൂടി നിറം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് അധികം ഒഴിക്കാതിരിക്കണം. പക്ഷേ ഇത് ഞാനിപ്പോഴും പറയാം, പാല് ശരിക്കും ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേ അതൊരു വേറൊരു നിറം ശകലം വേറൊരു നിറമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ മറ്റേ നിറത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് കുറയ്ക്കണം. പക്ഷെ പാല് കുറയ്ക്കുമ്പോഴത്തേക്ക് ടേസ്റ്റിൽ ഒത്തിരി വ്യത്യാസം വരും. പക്ഷെ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് സദ്യക്ക് ഇതങ്ങോട്ട് അടപ്പായസം, കടലപ്പായസം, വെർമസലി പായസം, പൈനാപ്പിൾ പായസം, ബീട്രൂട്ട് പായസം, ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ 5 പായസത്തിൽ ഒന്ന് ലാസ്റ്റ് ഇതങ്ങോട്ട് ഒഴിച്ചൊക്കെ വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ അതൊരു കലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഹലോ, ഞാനുണ്ടാക്കിയ ബീട്രൂട്ട് പായസമാണ്. എല്ലാവരും കണ്ടല്ലോ. ഞാൻ വെച്ചതുപോലെ തന്നെ വെക്കണം. അടിപൊളി സെറ്റായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നമുക്കത് കഴിച്ചു നോക്കണ്ടേ? നമുക്കത് കഴിച്ചു നോക്കാം. എല്ലാവരും പോയോ? നമ്മുടെ പായസം നമുക്ക് കഴിച്ചു നോക്കാം. കൈ ഒന്ന് ചൂടായി, അതുകൊണ്ടാണ് അവിടെ കട്ട് ചെയ്യേണ്ടി വന്നത്. നോക്കാം. ചൂടുണ്ട്. സെറ്റ് അടിപൊളി പായസം, ഒന്നും പറയാനില്ല. സൂപ്പർ പായസം. ഇതെല്ലാവരും പരീക്ഷിക്കുക. വലിയവർക്കും കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി സെറ്റ് സൂപ്പർ. എല്ലാവരും പരീക്ഷിക്കുക. എല്ലാവർക്കും ടാറ്റാ.